iOS 17 അപ്ഡേറ്റ് ചെയ്തു. എൻ്റെ ഡിസ്പ്ലേ പോയി ഗൈസ്. നീ വേഗം കാണിക്കേ. iOS 18 ഐഫോൺ ആകെ മാറിപ്പോയി. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന iOS 18 അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിന് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. iOS 17 iOS 18 ഒരുപാട് മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഐഫോണിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഇഷ്യൂ ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ വീഴുക എന്നുള്ളതാണ്. അതിനെല്ലാത്തിനും സൊല്യൂഷൻ വന്നിട്ടുണ്ട്. iOS 18 ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ട് ആപ്പിൾ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിൽ ക്യാമറ പോസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ പോസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് വരെ iOS 18 അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് വരുന്നുണ്ട്. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? iOS 18 അത് ഐഫോൺ എക്സസ് മുതൽ തന്നെ നമുക്ക് അപ്ഡേറ്റ് കിട്ടുന്ന. ഇപ്പോൾ 16 Pro Max വരെ അപ്ഡേറ്റഡ് ആണ് സ്റ്റിൽ. ക്യാമറ പോസിങ്ങിൻ്റെ കാര്യത്തിൽ ഐഫോൺ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ഈ ഒരു കളി പണ്ടേ വിട്ടതാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. iOS 17 18 വന്ന മാറ്റങ്ങൾ നമുക്ക് ഇപ്പോൾ 30 Pro നമ്മൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത ഡിവൈസ് ഉണ്ട്, അപ്ഡേറ്റ് ചെയ്യാത്ത ഡിവൈസ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ എടുത്തത്. അങ്ങനെ നമ്മൾ ഈ ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം തന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ ഒരു വന്ന മാറ്റമാണ്. ആപ്പിൾ അക്കൗണ്ട് എന്നാണ് എഴുതിയത്. പുതിയ ഒരു മോഡൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ നേരെ പോയിട്ട് ജനറലിൽ കയറുമ്പം നമുക്കിതാ സെറ്റിങ്സ് ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ പഴയ മോഡൽ iOS 17 18 തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡിവൈസാണ്. ഇതിപ്പോഴും കിടക്കുന്നത് 17.5.1 ഇത് കിടക്കുന്നത്. കണ്ടോ, ഇത് അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. ഏകദേശം ഇതിന് വരുന്നത് iOS അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നത് 3.6 GB 18 അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി വരും. അത്യാവശ്യം മെമ്മറി ഇതിൽ വേണം കേട്ടോ. വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോട്ടിഫിക്കേഷൻ ബാർ മാറിയിട്ടുണ്ട്. ഇത് രണ്ട് പഴയതും പുതിയതും തമ്മിലുള്ള മാറ്റങ്ങളെ നോക്കി നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് മ്യൂസിക്, അതേപോലെ തന്നെ ഇവിടെ അതാ എയർപ്ലെയിൻ മോഡ്, എയർ ഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി കിടിലൻ മാറ്റമാണ്. വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ബട്ടൺ ഇല്ലേ, സ്വിച്ച് ഓഫ് ആക്കുന്ന പവർ ബട്ടൺ ഇതാ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനൊക്കെ പറ്റും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വേറൊരു കാര്യം, നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നിങ്ങൾ നോക്കി കാണിച്ചു തരാം. ഇത് നോക്കിയാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ഇതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് വലുപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും. അത് വലിയൊരു മാറ്റമാണ്. എല്ലാത്തിലും ഉപരി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ക്യാമറ തന്നെയാണ്. ക്യാമറയിൽ പോകുമ്പം ഏറ്റവും വലിയ മാറ്റം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വീഡിയോ റെക്കോർഡിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതാ രണ്ടിൽ വീഡിയോ റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് പോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എടുക്കാം. ഇതാ ഇത് കണ്ടല്ലോ, അത് ഈ ക്യാമറയിൽ വന്ന വലിയ മാറ്റം തന്നെയാണ് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം. ചെറുതായിട്ട്. എന്നാൽ ഈ ഒരു അപ്ഡേഷന് 15 Pro Maxൽ നമുക്ക് നല്ല അടിപൊളി ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പ്രോയും Pro Maxലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറേ ഫീച്ചേഴ്സിൽ മാറ്റങ്ങളുണ്ട്. എക്സസിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ഫീച്ചേഴ്സിൽ മാറ്റം ഉണ്ടാവും. Pro Max പ്രോയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോരോ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതിൽ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ടോർച്ചൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം, ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരെ നമുക്ക് ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോർമൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്, പഴയ പോലെ തന്നെ. അപ്പോൾ ഇത് Pro Max സീരീസിൽ വന്ന ഒരു അടിപൊളി മാറ്റമാണ്. ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം, ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരെ നമുക്ക് ഇതിലേക്ക് വരാം. വേറൊരു കിടിലൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൈവറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്രോമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ക്രോമിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇതിൽ റിക്വയർ ഫേസ് ഐ ഡി ഇല്ല, റിക്വയർ ഫേസ് ഐ ഡി ഇത് ഹൈഡ് ആൻഡ് റിക്വയർ ഫേസ് ഐ ഡി ഇതാ സാധനം നോക്കിക്കോളി. ഇനി ഇപ്പോൾ സാധനം പോയി. സാധാരണ ഇതിൽ വന്നപ്പോൾ iOS 18 വന്നാണ് ഈ ഒരു മാറ്റം. നമ്മൾക്ക് ഇപ്പം ഞാൻ ആപ്ലിക്കേഷൻ തിരിഞ്ഞു കഴിഞ്ഞാൽ കാണൂല അറിയില്ല.
നമുക്ക് ഈ ഒരു ആപ്പ് വീണ്ടും ഇതേപോലെ തന്നെ റീസെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ, അതായത് ഇവിടെ വരുത്തണമെങ്കിൽ തന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോവുക. ഇവിടെ താഴത്ത് കാണും ഹിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ കണ്ടില്ല, നമ്മൾ ആ ഒരു ക്രോമ നമ്മൾ ഹൈഡാക്കി വെച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഫേസ് ഐ ഡി റിക്വയർ ചെയ്താൽ മാത്രമേ നമുക്കിത് ആ പഴയ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതാ ഓക്കെ, ഇത് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി നോക്കുക, സാധനം കാണാൻ പറ്റും. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് മക്കളെ. വാവ്, പിന്നെല്ലാം കഴിവുള്ളോൻ ഇവിടെയുമുണ്ട്. ഫാദർ ജോസ് എൻ്റെ മോനെ, ഇത് നമ്മളെ ആൻഡ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരൊക്കെ കളിച്ചു പോയ കാര്യങ്ങളാണ്. പക്ഷേ വണ്ടി എടുക്ക് ഷാജിയേട്ടാ. നിന്റെ പേരെന്താ? എന്റെ വീട് എവിടെ? പക്ഷേങ്കിൽ നമ്മളെ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എല്ലാവർക്കുള്ള ഡൗട്ടാണ്, നമുക്ക് വലിയ ഫോണിൽ മാത്രമേ ഈ ഒരു അപ്ഡേഷൻ കിട്ടുള്ളൂ, നമുക്ക് ചെറിയ ഫോണൊന്നും ഇനി എടുക്കാൻ പറ്റൂല എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളത് മാറ്റിക്കോളൂ. ഐഫോൺ എക്സസ് മുതൽ സ്റ്റിൽ അപ്ഡേഷൻ ഉണ്ട്. അതായത് ഐഫോൺ എക്സസിൽ ഈ ഒരു iOS 18 അപ്ഡേറ്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ഐഫോൺ എക്സസ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാനൊക്കെ ഒരു മൊഞ്ചൊക്കെ ആക്കിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പഴയ മോഡൽസിൽ, അതായത് കുഞ്ഞു മോഡൽസിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സന്തോഷായി. പണത്തിനോട് ആർത്തി തോന്നുമ്പോൾ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. iOS 17 അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ പോയി എന്നിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് പഠിക്കാതെ നമ്മൾ ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡിസ്പ്ലേ പോയി. അപ്പോൾ നമ്മളിത് ഈ ഒരു അപ്ഡേറ്റ് iOS 18 അപ്ഡേറ്റ് അതിനെക്കുറിച്ച് പഠിച്ച് അപ്ഡേറ്റ് ചെയ്ത് വെച്ച് നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തപ്പോൾ ഐഫോൺ എക്സസിൽ ചെയ്തിട്ടുണ്ട്, 30 പ്രോയിൽ ചെയ്തിട്ടുണ്ട്, 50 പ്രോ മാക്സിൽ ചെയ്തിട്ടുണ്ട്, 40 പ്രോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ജെന്യൂൻ റിവ്യൂ ആണ് തന്നെ. അല്ലാതെ ഗൂഗിൾ നോക്കിയിട്ട് പറഞ്ഞു വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ പോകുക എന്നുള്ള ഒരു പേടി നമ്മളെ മനസ്സിൽ തന്നെ ഈ ഒരു iOS 18 എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പഴയ തന്നെ iOS 17 അപ്ഡേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ പോയിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഫോണുകൾ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ തന്നെ അതിൻ്റെ സ്ട്രിപ്പ് മാറ്റി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ റെഡിയാവും. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ ഫോണുകൾ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. മീൻസ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പുതിയ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് iOS 18 ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഞാനും നിങ്ങളൊക്കെ iOS 16 വരാൻ വേണ്ടിയിട്ട് 20-ാം തീയതി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ നമ്പറുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഫോൺ പരമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ഷോപ്പ് ദുബായിലുണ്ട്, തിരൂരും ഉണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.